ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കുന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു പഴയ ഒരു ചിത്രത്തിലെ ഒരു പിക്കാണ് എടുത്തിരിക്കുന്നത്. മൂന്നാം മുറ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ ഉള്ളൊരു പിക്കാണ് എടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി നമ്മുടെ സിനിമ കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ 90s നമ്മുടെ പോലീസ് വേഷമിട്ട ഒരു ഫിലിം എടുത്തതാണ്. മിക്കവരും പഴയ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഫിലിമിൽ ഫുള്ളും ഷൂട്ട് ചെയ്തിരിക്കുന്ന ഹിൽ പാലസിൻ്റെ അകത്താണ്, തൃപ്പൂണിത്തുറ ഹിൽ പാലസിൻ്റെ അകത്താണ്. അതിൽ മന്ത്രിനെ കൊണ്ടുവന്ന് വയ്ക്കുന്ന ഒരു ഷോട്ടാണ്, തട്ടിക്കൊണ്ടുപോയി വെക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വേർഡ് പറയുന്നു പ്രാക്ടീസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടേതായ കുറവുകൾ നമ്മൾക്ക് വ്യക്തമായിട്ടും കാണാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തിരുത്തി മുന്നോട്ട് പോകാമെന്നാണ്. ഹലോ, ഞാനിപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന വാക്ക് ഫ്രണ്ട്സ് എന്നുള്ള ഒരു വേർഡാണ്. ഫ്രണ്ട്സ് എന്നുള്ള വാക്ക് ഈ കാലഘട്ടത്തിൽ എന്നോട് വേറൊരു വേർഡ് പറയാമെന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ പറയും ഫെയ്ഡ് എന്നുള്ള ഒരു വേർഡായിരിക്കും അതിന് പാരലായിട്ട് എടുക്കുക. കാരണം നമുക്ക് ഒരിക്കലും അങ്ങോട്ട് ഉറച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ ഒരു കൂട്ടുകാരന്മാരെ. കാരണം അവരത്തുമായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് തലവേദന കയറി വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലർ വീട്ടുകാരേക്കാൾ കൂടുതൽ അവർ ഫ്രണ്ട്സിനെ വിശ്വസിക്കുകയും അവരുടെ കൂടെ നടക്കുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് തീരെ എനിക്ക് തോന്നുന്നില്ല, തീരെ അതൊരു എന്താ പറയുക, അതങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് ഈ സ്വാർത്ഥത എന്നുള്ള വേർഡ് വന്ന് കയറി കഴിഞ്ഞാൽ, സെൽഫിഷ് ഇല്ലെങ്കിൽ സ്വാർത്ഥത എന്ന് പറഞ്ഞ വേർഡ് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള വേർഡ് അത് ഫെയ്ഡ് ആവാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുമല്ല, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ കമ്പയറിങ് കയറി വന്നു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഒരു ഫീലാണ് വരുന്നത്. എനിക്കിങ്ങനെ തോന്നുന്നത് ഫ്രണ്ട്സിനെ ഇപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുത്ത് തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം നമ്മുടെ ഒരു ഹാബിറ്റൊക്കെ ആയിട്ട് മാച്ചിങ് ഏകദേശം വരുന്ന ഒരു ഫ്രണ്ടിനെ എടുക്കുന്നത് കുറച്ചും കൂടി നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൂടാതെ അതൊരു ലോങ് ലാസ്റ്റ് നീണ്ടുപോകാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ എനിക്കിങ്ങനെ തോന്നിയേക്കുന്നത് നമ്മുടെ വിഷമങ്ങൾ കൂടുതലും നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാലഘട്ടത്തിലെ കാര്യമുണ്ടോ, പണ്ട് കാലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓടി വന്ന് സഹായിക്കാനും അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനൊക്കെ അങ്ങനത്തെ ഒരു തരം ഫ്രണ്ട്സൊക്കെയാണ്. ഇന്നെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമ്മുടെ പ്രശ്നങ്ങൾ കൂട്ടുകാരുടെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ അവരെങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു ഇത് കൂടുതലാണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എത്ര വലിയ ഡെപ്തിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് വീടിൻ്റെ അകത്തേക്ക് ക്ഷണിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഫ്രണ്ട്സ് എന്നുള്ള വേർഡ് വരുമ്പോൾ അതിന് കമ്പാരിറ്റീവ്ലി വേറെ ഡ്രഗ്സ് എന്നുള്ള ഒരു വേർഡും കൂടി സ്റ്റാൻഡ് ആവുന്നുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് നമുക്കറിയില്ല ആരാണ് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നൊന്നും. അപ്പോൾ കഴിവതും അത് ഒരിക്കലും അതിലേക്ക് പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് ഊരുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഭയങ്കര പ്രോസസ്സ് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നാണ് എനിക്ക് ആദ്യം പറയുക. നമ്മളെ തന്നെ ഫ്രണ്ടാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയണത് എല്ലാ കൂട്ടുകാരും മോശക്കാരെന്ന് തന്നെ പറഞ്ഞ് നിർത്തണില്ല. അതിൽ അപൂർവം ചില നല്ല കൂട്ടുകാരന്മാരുണ്ടാവും, ആത്മാർത്ഥതയോടെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആത്മബന്ധം പോലെ നിൽക്കുന്ന ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ടാവും. ഈ കാലഘട്ടത്തിലുമുണ്ട്. അതേപോലെ തന്നെ അവരെയൊക്കെ ഒരിക്കലും നമ്മുടെ കൂട്ടുകാരായി കിട്ടുകയാണെങ്കിൽ 100% ഞാൻ പറയുകയാണ് അവരൊരിക്കലും കൈവിട്ട് കളയരുതെന്നാണ്. ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമുക്ക് അവർ ഭയങ്കരമായിട്ട് ഒരു തണൽ പോലെ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന രീതിയിലാണ് നമ്മൾ നോക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കൂടുതൽ. ഇപ്പോൾ പിന്നെ എല്ലായിടത്തും വാട്സപ്പും എന്താ പറയുക, ഓരോരോ ഇപ്പോൾ ജിമ്മിൽ പോകണമെങ്കിൽ അവിടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വർക്ക് ഏരിയയിലാണെങ്കിൽ അവിടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഇല്ലെങ്കിൽ അപ്പോൾ എവിടെയും ഫ്രണ്ട്സിന് ഒരു കുറവുണ്ടാവാൻ ചാൻസ് കുറവൊരിക്കലും വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്.
ഒരു കമ്പനി അടിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ കൂടുതൽ നേരം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്മോക്കിങ് വരും. പിന്നെ അതുകൂടാതെ വീക്കെൻഡ് ഡ്രിങ്കിങ്സ്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കൂടുതലേക്ക് വീഴാതിരിക്കുക എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരിക്കലും നമ്മളിതിലേക്കൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ഇതാണ് ലൈഫെന്ന് നമ്മൾ തന്നെ അങ്ങ് ഫിക്സ് ചെയ്യണതാണ്. അത് ഒരിക്കലും വരരുത്. നമ്മളെപ്പോഴും തന്നെ കൺട്രോൾഡ് ആയിരിക്കണം എന്നാണ് ഞാൻ പറയണത്. അതായത് നമ്മുടെ ബോഡിയെ സ്നേഹിക്കുക എന്നാണ് ഞാൻ പറയണത്. കാരണം ഒരു പെർട്ടിക്കുലർ ടൈം വരെ നമുക്ക് ബോഡി ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ റിയാക്ട് ചെയ്യും, ഇല്ലെങ്കിൽ അത് ഡാമേജായി പോവും എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. ഇനി പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് നല്ലൊരു സുഹൃത്ത് നമുക്ക് എല്ലാ ദിവസവും നേരിട്ട് കണ്ട് ഒരു 10 മിനിറ്റെങ്കിലും സംസാരിക്കുക, അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണത് ഏറ്റവും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. സംസാരത്തിലൂടെ മാത്രമേ നമുക്ക് ഒരാളോട് ഭയങ്കരമായ അടുപ്പം വരാനും അതുകൂടാതെ അവരായിട്ടൊരു ആത്മബന്ധം ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലൊരു സുഹൃത്ത് ബന്ധം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിലിം ഫീൽഡിലെ സിദ്ദിഖ് ലാലിൻ്റെ പേരാണ് എനിക്ക് പറയാനുള്ളത്. ഒരുമിച്ച് നിന്നപ്പോൾ ഇറങ്ങിയ പടങ്ങളെല്ലാം 2 കൈ നീട്ടി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇനിയുള്ള കാലങ്ങളിലേക്ക് നല്ല സുഹൃത്തുക്കൾ കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെൻസിൽ ഷെയ്ഡിങ് ആണ്. ഒരു പോസ്റ്ററിൽ നിന്നും എടുത്ത ഒരു പിക്കാണ്. ഈ പെൻസിൽ ഡ്രോയിങ് ഞാൻ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യണതാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും അത് വിട്ടുകളയാന്ന് പറയുകയാണ്. വേറെ കളറിങ് ഒന്നുമില്ല, ജസ്റ്റ് പെൻസിൽ ഷെയ്ഡിങ് ചെയ്യണതാണ്. ഞാനിനി ഇങ്ങനെ കാർട്ടൂണുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഇതും കൂടി ഇടുന്നുണ്ട്. അതും ഒരു പ്രാക്ടീസിൻ്റെ ഇതായിട്ട് തന്നെ സെറ്റാക്കണത്. അതും പെൻസിൽ ഡ്രോയിങ് ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ പതുക്കെ ചെറുതായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന മിക്കവർക്കും അവരുടെ ഗോൾസ് അല്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫോക്കസിങ് കൂടുതൽ ചെയ്യാം. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെയും കൂടി ചേർത്ത് നിർത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിക്ചർ ഇപ്പോൾ ഏകദേശം ഫിനിഷിങ് ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് പെൻസിൽ ഷെയ്ഡിങ് ആണ് വരുന്നത്, ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഓക്കെ, ഫിനിഷിങ് ആയിട്ടുണ്ട്. നമ്മുടെ പഴയ ഒരു മോഹൻലാലിൻ്റെ ലുക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ.